പ്രധാനമായിട്ടും നമ്മുടെ സഹാരിയുടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ മാക്സിമം പറ്റുന്നത്ര റിവൈസ് ചെയ്യുക. ഇതിനൊരു കൺസിസ്റ്റൻസിയാണ് സാർ ഞാൻ നോക്കിയിട്ടുള്ളത്. ഞാൻ പഠിക്കുന്ന സമയം എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് നോക്കാറില്ലായിരുന്നു. കിട്ടുന്ന സമയത്തെല്ലാം മാക്സിമം ഇരുന്ന് വർക്ക് ചെയ്യും, റിവൈസ് ചെയ്യുന്ന ആ രീതിയാണ്. ചില സമയത്ത് ഒരു 12 മണിക്കൂറൊക്കെ 13 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്ത ദിവസങ്ങളുണ്ട്. ഞാൻ +1 +2 സയൻസ് ആയിരുന്നു. സയൻസ് ബാച്ചിൽ നിന്നാണ് പിന്നെ BCom എടുക്കാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. അതും ഈ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തതും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ ജോലികൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വീട്ടിലേക്ക് 2 തവണ നമ്മൾ ഒരു സക്സസ് സ്റ്റോറി അല്ലെന്നുണ്ടെങ്കിൽ 2 വിദ്യാർത്ഥികൾ പഠിച്ച് ഒരേപോലെ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ അപൂർവതകളല്ല സഹകാരി റേസ് പ്ലസിൽ. മിക്കവാറും നമുക്ക് കപ്പിൾ സ്റ്റോറീസ് ഒരുപാട് വരുന്നുണ്ട്. കാരണം വൈഫും ഹസ്ബൻഡും ഒക്കെ ഒരുമിച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സിബ്ലിങ്സ് എനിക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ്. അതായത് നമുക്കിപ്പോൾ ശരിക്കും വളരെ സർപ്രൈസ്ഡായിപ്പോയി ഇവിടെ വന്നപ്പോഴത്തേക്കും. ഇദ്ദേഹം വേറെ ആരുമല്ല, നമ്മുടെ JC-യുടെ 3ാം റാങ്ക് ഹോൾഡറാണ്. 3ാം റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട കാര്യം സ്റ്റേറ്റ് ടോപ്പിൽ മാർക്ക് അടിസ്ഥാനത്തിൽ സെക്കൻഡ് അല്ലേ മോനെ, സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്. ശ്യാം കുമാറാണ്. മക്കളെ കൺഗ്രാജുലേഷൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് ഇന്ന് ശ്യാം കുമാറിൻ്റെ ഒരു സ്റ്റോറി നമുക്ക് റിവീലിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സസ്പെൻസ് കാരണമല്ല, സഹകാരി ആദ്യം വന്നതിന് ശേഷം വന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ കോഴ്സ് KS കാർഡ് ബാങ്ക് അസിസ്റ്റൻ്റ് ആയിരുന്നു 2021. അപ്പോൾ ആ സമയത്ത് സഹകാരിയിലേക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത ശ്രീ ശരത് കുമാറിൻ്റെ അനിയനാണ് ശ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വിജയം എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേറ്റ് നമുക്കൊരു 60,000-ഓളം പേര് മത്സരിച്ച പരീക്ഷ അല്ലേ, അതിൽ നമുക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ സെക്കൻഡ് വരിക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. അപ്പോൾ പൊതുവേ എനിക്കറിയാം നീ അത്യാവശ്യം പണ്ട് തൊട്ടേ പഠിക്കാനുള്ള ഒരു പഠിത്തത്തിൻ്റെ അസുഖമുള്ള പയ്യനാണ്. പക്ഷേ ഞാൻ ആദ്യം ആർക്കാണ് നമ്മൾ ഈ ഒരു വിജയം സമർപ്പിക്കുന്നത്? ആദ്യം തീർച്ചയായിട്ടും ഫാമിലിക്ക് തന്നെയാണ് സാർ. അച്ഛനും അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ചേട്ടനാണ് ഈ സഹകാരിയിലോട്ട് തന്നെ എത്തിക്കുന്നത്. ചേട്ടൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്താണ്? ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ഫാമിലി തന്നെയാണ്. ഇതുവരെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ മുന്നോട്ട് കൊണ്ട് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നു. ഒരു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ഇവന്റെ മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി. എത്ര വയസ്സ് എനിക്ക്? 23 വയസ്സ്. 23 വയസ്സിലാണ് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. മിനിമം നമ്മൾ ജോയിന്റ് രജിസ്ട്രാറെങ്കിലും ആയിട്ട് റിട്ടയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ശ്യാമിന് കൈ വന്നിരിക്കുന്നത്. അപ്പോൾ മോനെ, നമ്മളിപ്പം ആദ്യമായിട്ട് സഹകാരിയിൽ എത്തുന്നത് ചേട്ടൻ പറഞ്ഞിട്ടാണല്ലേ? ചേട്ടൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വിളിക്കുമ്പോൾ നിനക്ക് എത്ര വയസ്സായി? ഇന്ന് 22 വയസ്സാവുന്നു. 22 വയസ്സാവുകയാണ്. അതും ഡിഗ്രി കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഈ കോപ്പറേഷൻ പഠിക്കാൻ പറഞ്ഞാരാണ്? ചേട്ടൻ തന്നെ. അതും ചേട്ടനാണ്. കംപ്ലീറ്റ് ചേട്ടനാണ് റോൾ മോഡലല്ല. അപ്പോൾ ശ്യാം, നിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പൊതുവെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ +1 +2 സയൻസ് ആയിരുന്നു. സയൻസ് ബാച്ചിൽ നിന്നാണ് പിന്നെ BCom എടുക്കാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. അതും ഈ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തതും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ ജോലികൾ മുന്നിൽ കണ്ടുകൊണ്ട്. അപ്പോൾ അത് ഒരു വലിയ ടെസ്റ്റാണ് അല്ലേ? അത് വലിയ ടെസ്റ്റാണ്. കാരണം +2 സയൻസ് എടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രെൻഡ് ആയിരുന്നു ആ സമയത്ത്. നമ്മൾ പഠിച്ചു, അത്യാവശ്യം നല്ല സ്കോർ കയറി കഴിഞ്ഞാൽ പിന്നെ നീറ്റ് എഴുതലാണ് അടുത്ത ട്രെൻഡ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BCom കോപ്പറേഷനിലേക്ക്, അതായത് കോമേഴ്സ് സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്തായിരുന്നു? ബുദ്ധിമുട്ട് അക്കൗണ്ടൻസി പാർട്ടിലായിരുന്നു ആദ്യം ഒരു ചെറിയ ബേസ് പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അത് പയ്യെ പഠിച്ചു വന്നു. ചേട്ടൻ അങ്ങനെ പഠിപ്പിക്കില്ലായിരുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും. അപ്പോൾ അതൊരു വലിയ ലീപ്പ് ഫോർവേഡാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്ട്രീമിലോട്ട് വന്നു, നമ്മൾ അടുത്തൊരു സ്ട്രീമിൽ നമ്മൾ ആ ഒരു +2 കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സ്ഥിര ജോലി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ അതിൽ അന്നോട്ടേ നമ്മൾ മോൾഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഞാൻ ആ ഒരു സമയത്ത് MCOM-ന് പോകാൻ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിൽ MCOM-ന് പോകാതെ വെയിറ്റ് ചെയ്യുകയും അതുപോലെ ആ ഒരു 3rd റാങ്കിലേക്ക് എത്തുകയും ചെയ്തതാണ് അവൻ്റെ ഒരു വിജയം എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് നീ എസ്പെഷ്യലി നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് നിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? നിൻ്റെ പ്രധാനപ്പെട്ട നിനക്ക് നിൻ്റെതായ ഒരു കുറച്ച് ഓൺ മെത്തേഡ്സ് ഉണ്ടായിരിക്കുമല്ലോ. പ്രധാനമായിട്ടും നമ്മുടെ സഹകാരിയുടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ മാക്സിമം പറ്റുന്നത്ര റിവൈസ് ചെയ്യുക. ഇതിനൊരു കൺസിസ്റ്റൻസിയാണ് സാർ ഞാൻ നോക്കിയിട്ടുള്ളത്. കൺസിസ്റ്റൻസി എങ്ങനെ അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ നിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്? ഞാൻ പഠിക്കുന്ന സമയം എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് നോക്കാറില്ലായിരുന്നു. കിട്ടുന്ന സമയത്തെല്ലാം മാക്സിമം ഇരുന്ന് വർക്ക് ചെയ്യും, റിവൈസ് ചെയ്യുന്ന ആ രീതിയായിരുന്നു. എന്നാലും ആവറേജ് എത്ര സമയം സ്പെൻഡ് ചെയ്യണം ഒരു ദിവസം? ആവറേജ് ചില സമയത്ത് ഒരു 12 മണിക്കൂറൊക്കെ 13 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്ത ദിവസങ്ങളുണ്ട്. അതിനനുസരിച്ച് കിട്ടുന്ന സമയം അനുസരിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഞാൻ ചോദിക്കുന്നത് റിഫ്രഷ്മെന്റ് എങ്ങനെ ചെയ്യുന്നത്? അതായത് നമ്മുടെ ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം ഇരിക്കും?
കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്നത്ര നേരം ഇരിക്കും. പിന്നെ ഒന്ന് മെഷീൻ തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കാറുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കാറുണ്ട്. സോഷ്യൽ മീഡിയ അൺഇൻസ്റ്റാൾ ചെയ്ത കളിയൊന്നും ഇല്ല. ഇല്ല അത് തന്നെ. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ വളരെ ബുദ്ധിപൂർവമായ സമീപനമാണ്. അതുപോലെ കേരള ബാങ്കിൽ 6ാം റാങ്ക് ഹോൾഡർ കൂടെയാണ് നമ്മുടെ ശരത്ത് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ എക്സലൻസിലേക്ക് ഉയരുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ഭാഗ്യമല്ല, നമുക്ക് ഭാഗ്യമാണോ അശ്യാമേ? ഇല്ല സാറേ, അങ്ങനെ ഭാഗ്യത്തിന്റെ അകമ്പടി അല്ലല്ലോ, നമുക്ക് നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയല്ലേ. ഹാർഡ് വർക്ക് നമ്മൾ എത്രത്തോളം എക്സലൻസിലേക്ക് എത്തുന്നോ അത്രത്തോളം നമുക്ക് എത്താൻ പറ്റുന്നുള്ള ഒരു വലിയ എക്സാമ്പിളാണ് ശ്യാം എന്ന് പറയുമ്പോഴത്തേക്കും. മോനെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ.